അസ്സലാമു അലൈക്കും. ഇവിടെ ഇപ്പം നിങ്ങൾ ഷിർക്കിന്റെ വിധി എന്താ ഹറാമാണ്. അത് അഹ്കാമുൽ ഖംസയിൽ വിധി എന്ന് പറഞ്ഞാൽ അത് വാജിബ്, സുന്നത്ത്, ഹറാമ്, ഹലാൽ ഇങ്ങനെയൊക്കെയുള്ളത് തന്നെയാണ്, ജായിസ് എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ ഇതിൽ ഈ പിന്നെ അതെല്ലാം നമ്മൾ ചർച്ച നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു പിന്നെ എന്താ ഷിർക്ക് എന്നത് ഒരു ഹക്കുമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ശരിയാണ്. അത് എത്തിക്കാതെയായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ എനിക്കും മനസ്സിലാകാത്തത്, ഈ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാള് ശബ്ദം കേൾക്കുന്നു, അത് അള്ളാഹു ആണെന്ന് വിചാരിക്കുക, അങ്ങനെ ഞങ്ങൾ ഇതിൽ എഴുതിക്കണം. അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാള് പിന്നെ ശബ്ദത്തിന്റെ ഉടമ അള്ളയാണെന്ന് വിചാരിക്കുക, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് നിങ്ങൾ വോയിസിൽ പറഞ്ഞെന്നാൽ എനിക്ക് വ്യക്തമായിരുന്നു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വരി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണല്ലോ നിങ്ങളുടെ വാദം. നിങ്ങൾ വാദിക്കുന്നത് ഇത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആരോട് ചോദിച്ചു? പടപ്പിനോട് ചോദിച്ചു. ഏത് പടപ്പ്? ജിന്നെന്ന പടപ്പിനോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഈ വസ്ഫ് ആരിലേക്കാണ് പോകേണ്ടിയിരുന്നത്? അള്ളാഹുവിലേക്ക് പോകേണ്ട ഒരു ചോദ്യം ജിന്നിലേക്ക് പോയി. അപ്പോൾ ആ വരി എങ്ങനെ എഴുതുമ്പോഴാണ് അത് ശരിയായി വരിക? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടരികിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി, അള്ളാഹുവെ എനിക്കൊരു വെളിച്ചം, മെഴുകുതിരി, ചൂട്ട്, രാത്രിയല്ലേ, ഇരുട്ട് തപ്പില്ലേ, അപ്പോൾ ഒരു വെളിച്ചമാണല്ലോ, അപ്പം അത് അള്ളാഹുവെ ഒരു മെഴുകുതിരി തരാമോ, അല്ലെങ്കിൽ ഒരു ചൂട്ട് തരാമോ, അല്ലെങ്കിൽ ഒരു പെട്രോൾ മാക്സ് തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണ്, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്താണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു എന്നല്ലേ? അപ്പോൾ അവിടെ അള്ളാഹുവിനെ വെച്ചു കൊടുത്താൽ ആ വസ്ഫ്, ആ സിഫത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ചേരുന്ന സിഫത്തായത് കൊണ്ടാണല്ലോ അള്ളാഹുവിൽ പങ്കു ചേർത്തു നിങ്ങൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്ക് പോകേണ്ട, അള്ളാഹുവിലേക്ക് ചേർത്തി പറയേണ്ട സിഫത്താണോ അല്ലേ എന്നാ ചോദ്യം. അസ്സലാമു അലൈക്കും. ആരിഫ് ഖാൻ, നിങ്ങൾ എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്. ഈ ജിന്നിന് വേണ്ടി നിങ്ങളിങ്ങനെ മെഴുകിയിട്ട് അവസാനം ഇപ്പം ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ തേടുന്നത്, ജിന്നിനോട് സഹായം, വെളിച്ചം ചോദിക്കുന്നത്. പിന്നെ നിങ്ങളത് ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആയിരിക്കാം എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ മെഴുകിയിട്ട് എവിടെ എത്തി? അങ്ങനെ 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 മാറ്റം വരുത്തണമെങ്കിൽ തന്നെ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? ശബ്ദത്തിൻ്റെ ഉടമ അള്ളയാണ്, അള്ളാഹുവിനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണെന്ന് എങ്ങനെ തിരിച്ചറിയണം? നിങ്ങൾ ആരാ? മൂസാ നബിയോ? നിങ്ങൾ നിൽക്കുന്നത് തൂരി സീനാ പർവ്വതത്തിൻ്റെ ഇരുത്തം. എന്നിട്ട് ആ ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ പിന്നെ അള്ളാഹു തആല പറഞ്ഞ പോലെ യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഖുർആനിൽ ഈ സംഭവം. അതേപോലെ നിങ്ങളെന്താ മൂസാ നബിയാ? നിങ്ങൾ എവിടേക്ക് എത്തിപ്പോൾ? നിങ്ങൾ ആദ്യം തുടങ്ങിയത് എവിടെ വെച്ചിട്ടാ? ഇതിൻ്റെ തുടക്കം ഇത് ജിന്നാണ് ഈ ശബ്ദത്തിൻ്റെ ഉടമ എന്ന് വിചാരിച്ചിട്ടാണ് തേടിയത്. പിന്നെ നിങ്ങൾ അതിനെ ശരിപ്പെടുത്താൻ വേണ്ടി അള്ളാഹിൻ്റെ ശബ്ദമാണ് എങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? എത്രത്തോളം നിങ്ങളിത് തലകുത്തി നിൽക്കുന്നുണ്ട് എന്നാണ്. ശിർക്കിന് വേണ്ടി ഇങ്ങനെ തലകുത്തി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നെങ്കിൽ അതാണ് പറയേണ്ടത്. നിങ്ങൾ വെറുതെ തലകുത്തി നിൽക്കണ്ട. അങ്ങനെ ഒരു പ്രമാണമില്ല. അള്ളാഹിൻ്റെ ശബ്ദം തിരിച്ചറിയും. അത് മൂസാ നബിക്ക് ലഭിച്ച ശബ്ദം ഇതായിരുന്നു, ആ ശബ്ദരേഖ എങ്ങനെയാണ്, ആ സന്ദേശം എങ്ങനെയാണ്. ജിന്നിൻ്റെ ശബ്ദം ആണെങ്കിൽ ഇങ്ങനെയാണ് വോയിസ്, അതിൻ്റെ സ്ലാങ്, അതൊക്കെ എങ്ങനെ വരിക. അങ്ങനെ ഒരു പഠനം നമുക്ക് കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ഇല്ലാത്തൊരു വിഷയം കൊടുന്നിട്ടിട്ട് തല കുത്തി മറിഞ്ഞ് ആകെ വെറുതെ എന്തിനാണ് ശിർക്കിന് വേണ്ടി ഇങ്ങനെ കുഴച്ച് മറിയണത്? നിങ്ങളെൻ്റെ ചോദ്യത്തിലേക്ക് മറിഞ്ഞു വരി. ജിന്നാണെന്ന് വിചാരിച്ചിട്ട്, ഇനി അള്ളയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് നിങ്ങൾ തൂരിസീനാ പർവ്വതത്തിൻ്റെ അവിടേക്ക് പോകണ്ട. നിങ്ങൾ ജിന്നാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതേ വിളി തന്നെയാണ് ഞാൻ ഈ പിന്നെ കപ്പൽ യാത്രയിൽ, ബോട്ട് യാത്രയിൽ ഞാൻ ചോദിച്ചത്. ആ ബോട്ട് യാത്രയിൽ പിന്നെ ജിന്നെ വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാകുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അൽ ഇസ്ലാഹിലുള്ളതും ഇതുവരെ വിസ്തം 12 കൊല്ലം പറഞ്ഞതും എന്താണ്? ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് ശിർക്കാകുന്നു എന്ന് തുറന്ന് പറയാൻ കഴിയണില്ലെങ്കിൽ, അപ്പോൾ അതുവരെ ശിർക്കല്ല, അതിലൊരു ചുക്കില്ല എന്ന് പറഞ്ഞത് എന്താണ്? അതല്ലെങ്കിൽ അത് ശിർക്കാണോ? ഇതാണ് എനിക്ക് വേർതിരിച്ച് പറഞ്ഞു തരേണ്ടത്. അതാണ് ഞാൻ എൻ്റെ മതവിധി എന്താണെന്ന് ചോദിച്ചതിൻ്റെ സാരം.
അപ്പോൾ അത് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാഹ് മാസികയിലെ പ്രസ്തുത വരി അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് ആരാ വാദിച്ചത്? ഞാൻ പറഞ്ഞ അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ്. ആ വരിയിൽ എന്താ ഉള്ളത്? തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ച് അതിനോട് ഒരു മെഴുകുതിരിയോ വെളിച്ചോ ചോദിച്ചാൽ, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയണത്. നിങ്ങളെന്താ പറയണത്? അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നാണ്. അഥവാ അള്ളാഹുവിന് നൽകേണ്ടത് ജിന്ന് വകവെച്ച് കൊടുത്തു. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നൽകേണ്ടത് ജിന്നിന് വകവെച്ച് കൊടുത്തു എന്ന് വാദിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ വാദത്തിലൂടെ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഒന്നുറപ്പായി, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും നിരക്കുന്ന ഒരു കാര്യമല്ല ആ ശബ്ദമുണ്ടാക്കി മനുഷ്യർക്കിടയിൽ പ്രത്യക്ഷപ്പെടുക എന്ന വിഷയത്തിൽ നിങ്ങളും ഞാനും ഒന്നിക്കുന്നു. അതൊരിക്കലും നമ്മൾ പറയാൻ പറ്റൂല അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്തൊരു കാര്യം അതെങ്ങനെയാണ് മറ്റൊരു സൃഷ്ടിക്ക് വകച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയാ സുഹൃത്തെ? ഒരു സൃഷ്ടിയുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കുകയാണ് വാസ്തവത്തിൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് എന്ന് പറയുമ്പോൾ സംഭവിച്ചത്. അതൊരിക്കലും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതല്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ തീർച്ചയായും ഇത് ഒരു സൃഷ്ടിക്ക് ചേരുന്ന ഒരു സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിച്ചുകൊണ്ട് കുഫറിൻ്റെ വർത്തമാനമാണ് ഇവിടെ ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇവിടെ നിങ്ങളിപ്പോൾ അള്ളാഹുവിൻ്റെ വസ്ഫും സൃഷ്ടികൾക്കുള്ള വസ്ഫും വ്യത്യാസങ്ങളുണ്ട്. സൃഷ്ടികൾപ്പെട്ടത് ചോദിക്കാം ഇവിടെ. എന്നിട്ട് ഇത് ഒരു കലക്കി മീൻ പിടിക്കാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ എൻ്റെ ചോദ്യത്തിൽ ഞാൻ ബോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ബോട്ടിൽ നിങ്ങളെ കയറ്റിയത്. ആ ബോട്ടിൽ നിങ്ങളെ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ ബോട്ട് യാത്രയിൽ അതിൻ്റെ വെളിച്ചം അസ്തമിച്ചാൽ ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മതവിധി ശിർക്കാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം നിങ്ങളത് മതവിധി അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. നിങ്ങൾക്ക് അവിടെ ശിർക്കാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ ശിർക്കാണെന്ന് ഇപ്പം സമ്മതിച്ചാൽ ഈ 12 കൊല്ലവും നിങ്ങൾ അൽ-ഇസ്ലാഹിലുള്ള ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ല എന്ന് പറഞ്ഞതും നിങ്ങൾക്ക് വൈരുദ്ധ്യം വരും. മനസ്സിലാക്കട്ടോ? ഇവിടെ എൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ബോട്ട് യാത്രക്കാരൻ വെളിച്ചം ചോദിച്ചാൽ അത് ജിന്നിനോടാകുമ്പോൾ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇതുവരെ നിങ്ങളുടെ വിശ്വാസം ആ അൽ-ഇസ്ലാഹ് മാസികയും തുടർന്നുള്ള വിശ്വത്തിൻ്റെ 10-12 കൊല്ലം 13 കൊല്ലം നിങ്ങൾ ഇതുവരെ വാദിച്ചതും ശിർക്കല്ല എന്നുമായിരുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ തിരിച്ചു വരുന്നത്. നിങ്ങളെ ഇന്ന് അയക്ക് വരുന്നില്ല. മനസ്സിലായോ? നിങ്ങളാ ചോദ്യത്തേക്ക് വരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയണം. ഈ ശബ്ദം ഇതിൻ്റെ ചോദ്യത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ ഇതന്നെയാണ് നിങ്ങൾ പല അവസരത്തിലും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിഞ്ഞു പോകാതിരിക്കാനാണ് ഞങ്ങൾ ബോട്ടിൽ കയറ്റിയിട്ട് ആദ്യം തന്നെ ലോക്ക് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് എനിക്ക് ആ ബോട്ടിൽ കയറ്റിയ ആ സന്ദർഭത്തിലുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആദ്യം കിട്ടണം. അത് ശിർക്കാണോ അല്ലേ? എങ്കിൽ അത് ശിർക്കാണെങ്കിൽ ഈ അൽ-ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതും ശിർക്കാണ്. ഇതാണ് മുജാഹിദ് പണ്ഡിതന്മാർ ഇതുവരെയും പറഞ്ഞു തന്നത്. പക്ഷെ വിസ്ഡം പണ്ഡിതന്മാർ പറയുന്നു, ആ ജിന്നിനോട് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച് എനിക്കൊരു വെളിച്ചം തരണേ എന്ന് തേടിയാൽ ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നാണ് അതിലുള്ളത്. അത് ഇവിടെ വന്ന ശിർക്കാവുകയും കടലിൽ വന്ന ശിർക്കാവുകയും കരയിലാണെങ്കിൽ ശിർക്കല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? 1, ഏത് മാനദണ്ഡത്തിലാണ്? 2, ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇതുവരെ നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? ഈ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അപ്പൊ നിങ്ങൾ മെല്ലെ അയിമന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സഹോദര, ഇവിടെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ പ്രസ്തുത വരി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണ് നിങ്ങളെല്ലാവരും ഇത്രയും കാലം കൊട്ടും കുരവിയും എടുത്ത് പറഞ്ഞു നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാഹ് മാസികയിലെ പ്രസ്തുത ലേഖനം, പ്രസ്തുത വരി തൊട്ടടുത്തുനിന്നൊരു ശബ്ദമുണ്ടാക്കി ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണെന്ന് കരുതാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഒരിക്കലും കരുതാൻ പറ്റൂല, അത് അള്ളാഹുവിനെ യോജിക്കുന്ന സംഗതിയല്ല, ആ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റൂല. അപ്പോൾ അത് ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് വ്യക്തമായി നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാളി. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയുകയും ചെയ്യുക, അത് അള്ളാഹുവിന് ചേരൂല്ല എന്നും ഒരുമിച്ച് പറയുന്ന ആ ഒരു വൈരുദ്ധ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ വൈരുദ്ധ്യത്തിൽ അകപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാഹ് മാസികയിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ബോട്ട് കയറി നടക്കടലിലേക്ക് ഓടുന്നത്. നിങ്ങൾ ബോട്ട് കയറി നടക്കടലിലേക്ക് ഓടിയിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ഉദാഹരണം എന്താണ്? അത് ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഉദാഹരണമാണോ? അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ എല്ലാ ഭൗതികമായ സംവിധാനങ്ങൾ അവസാനിച്ചു എന്നാണ്. ഇവിടെ ഭൗതികമായ സംവിധാനം അവസാനിച്ചോ? ഇവിടെ ഈ ഇസ്ലാഹ് മാസികയിൽ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ ഉടമ, ചെവിയിൽ കേട്ട ശബ്ദത്തിന്റെ ഉടമ ഭൗതികമായ അഭൗതികമോ? നിങ്ങൾ പറയും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് ചോദിച്ചിരുന്നില്ല വിഷയം. നേരെ മറിച്ച് നിങ്ങൾ ബോട്ട് കയറിയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും അവസാനിച്ച സന്ദർഭത്തിൽ ഇനി ആരോടാ എന്നാണ് നിങ്ങളുടെ ചോദ്യം. അത് രണ്ടും രണ്ടാണ്. നിങ്ങൾ അവിടെ വെച്ച് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അവിടെ ആ ബോട്ടിലുള്ള മനുഷ്യനെ ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും അവസാനിച്ചിടത്ത് ബോട്ടിലുള്ളവരോട് ചോദിച്ചാലും അള്ളാഹുൽ പങ്കു ചേർക്കലല്ലേ? അവിടെ ഇപ്പം ബോട്ടിൽ ഒരു തങ്ങളോ ബിവിയോ അല്ലെങ്കിൽ ഖോജയോ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ബോട്ടിലുള്ള തങ്ങൾക്ക് ഖോജയ്ക്ക് അത്തരം ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും അവസാനിച്ച സന്ദർഭത്തിൽ അഭൗതികമായ രീതിയിൽ ഒരു സഹായം പ്രതീക്ഷിച്ചാൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സഹായം പ്രതീക്ഷിച്ചാൽ, ബോട്ടിലുള്ള ആളാണെങ്കിലും ശരി, അത് ഖലീൽ ബുഖാരി തങ്ങളാണെങ്കിലും കാന്തപുരാണെങ്കിലും അത് മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും അവസാനിച്ച് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള ഒരു സഹായ പ്രതീക്ഷ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സഹായ പ്രതീക്ഷ, അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ്. അത് അള്ളാഹു അല്ലാത്ത ഏത് മഖ്ലൂക്കിനോടും, മനുഷ്യനുൾപ്പെടെയുള്ള ഏത് മഖ്ലൂക്കിനോട് ചോദിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ? നേരെ മറിച്ച് നിങ്ങൾ ഇസ്ലാഹ് മാസികയിലുള്ള ആ ഉദാഹരണം എടുത്തിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്, അതിന് നടുക്കടലിലാണ് ശബ്ദം കേട്ടെന്ന് നിൽക്കുക, എങ്കിൽ അള്ളാഹുൽ പങ്കു ചേർക്കലാവോ? ആ ശബ്ദത്തിനോടമ അള്ളാഹു ആവോ ഇല്ലേ? അത് നിങ്ങളോട് പറ, അത് വ്യക്തമായിട്ട് പറ. ഏത് സ്ഥലത്തും ഇസ്ലാഹ് മാസികയിലുള്ള ആ ഉദാഹരണം ലോകത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി അള്ളാഹുൽ പങ്കു ചേർക്കലാവില്ല. ആ പറഞ്ഞ രൂപത്തിൽ തന്നെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, കോട്ടി മാറ്റരുത്. നേരെ മറിച്ച് നിങ്ങൾ നടുക്കടലിൽ വെച്ചിട്ട് നടുക്കടലിലേക്ക് കയറിയിട്ട് അവിടെ വെച്ചിട്ട് ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും അസ്തമിച്ച നേരത്തുള്ള ആ തേട്ടത്തെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഇസ്ലാഹ് മാസിക അത് രണ്ടും ഒന്നാണ് നിങ്ങൾ പറഞ്ഞാൽ അത് ഒന്നാവൂല. അത് രണ്ടും രണ്ടെന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങളുടെ സങ്കുചിതത്വം, സംഘടനാ സങ്കുചിതത്വ താല്പര്യം കൊണ്ട് നിങ്ങളുടെ അറിവില്ലായ്മയും വിവരക്കേടുമാണ് അള്ളാഹുവിന്റെ പേരിൽ പറയാൻ പാടില്ലാത്തത് അള്ളാഹുവിന്റെ പേരിലേക്ക് ചാർത്തി പറഞ്ഞുകൊണ്ട് കുഫറിന്റെ വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.